പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ പ്രിയങ്ങളെ, 7 മണിയായി. കുറേ താമസിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. പിന്നെ എന്താ പറയുന്നത്, നാളെ മോനുകുട്ടൻ്റെ പിറന്നാളാണല്ലോ. രാവിലെ എന്നെ കൊണ്ടുവിട്ടു, പിന്നെ വൈകിട്ട് എന്നെ വിളിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. കേക്ക് ആതിരക്കുട്ടിയുടെ വകയാണ്. കേക്കൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നു. പിന്നെ മോനുകുട്ടനൊരു ചെരുപ്പൊക്കെ മേടിച്ചു. ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. പിന്നെ മുത്തിനും മേടിച്ച്, മുത്തിനൊരു ബാറ്റാടെ ഒരു ചപ്പൽ വേണമെന്ന് പറഞ്ഞ് ഈ ക്രോക്സ് ഇടുന്നത്. അപ്പോൾ ഈ മോഡലിലെ ഒരെണ്ണം വാങ്ങിച്ചു. ഞാൻ നോക്കി അവിടെ ചെരുപ്പൊക്കെ, പക്ഷെ വില കണ്ടപ്പം ഞാൻ അതിലെ 10 ചെരുപ്പ് മേടിക്കും. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ആതിരക്കുട്ടി എന്തോ പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. ഇതെല്ലാം എന്തുവാന്ന് നോക്കണം. കേക്കും ഇങ്ങോട്ട് പാഴ്സൽ വന്നതാണ് കേട്ടോ. പിന്നെ മാമിയും കൊച്ചോളും ഒക്കെ വന്ന് അമ്മയുടെ അടുക്കൽ ഇരിക്കുന്നു. അവരെ വിളിച്ചുകൊണ്ട് വരാൻ മുത്ത് എന്നെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോയതാണ്. പിന്നെ ഇന്ന് രാജനി കയറി. മുത്തിന് 2-3 ടീഷർട്ട് വേണമായിരുന്നു. മോനുക്കുട്ടന് വീട്ടിലിടുന്ന 2-3 ബനിയം വാങ്ങിച്ചു. അതേ വാങ്ങിച്ചുള്ളൂ. പിന്നെ എനിക്കൊരു കോഡ് സെറ്റ് വാങ്ങിച്ചു. കാണിക്കാമേ, ഇതാണ് വാങ്ങിച്ചത്. ഈ കളർ എനിക്ക് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇത് നാളെ ഇടാം എന്ന് വിചാരിച്ചു. മോനുകുട്ടൻ്റെ പിറന്നാളപ്പം എനിക്ക് ഒരുങ്ങാമല്ലോ. ഞാനും സന്തോഷിക്കേണ്ട ദിവസമല്ലേ. മുത്തിനും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സന്തോഷങ്ങൾ. പിന്നെ ഒരുപാട് പ്രിയപ്പെട്ടവർ മോനുകുട്ടനെ പിറന്നാൾ ഓർത്ത് മെസ്സേജ് അയച്ചു. പിന്നെ എന്തോ ഗിഫ്റ്റുകൾ അയച്ചു തന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഗിഫ്റ്റുകളുടെ ഒരു ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്, അവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഷൂ ഒക്കെ മേടിച്ചത് മോനുകുട്ടൻ്റെ ദീപ്തി ആൻറ്റിയുടെ വക ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് കേട്ടോ. അതിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ എന്താ പറയുന്നത്, ഒത്തിരി സന്തോഷം എല്ലാവരുടെയും സ്നേഹത്തിന്. പിന്നെ ലക്ഷ്മി ചേച്ചി വന്നപ്പം ഡ്രസ്സ് അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചു കേട്ടോ. ആ മെറ്റീരിയൽ കിട്ടിയില്ല. വേറെ ഒരു നല്ലൊരു വയലറ്റ് കളറിലെ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വകയൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി. 2 പേർക്കും ടീഷർട്ടും പിന്നെ ഒരു ബാഗി പാൻറ്റും മേടിച്ച്. ഒരെണ്ണം ഉള്ളത് അങ്ങ് കയറി മറിയാതെ തന്നെയാണ് ഇടുന്നത്. ഒരെണ്ണം നമ്മൾ കല്യാണത്തിന് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് പോരുന്നു. അതിനെ എടുക്കണം സുചേച്ചിയുടെ അവിടെ. അപ്പോൾ ഞാൻ നാളെ ഇടാം എന്ന് വിചാരിച്ച് ഇത് മേടിച്ചതാണ്. മോനുകുട്ടനാണ് കേട്ടോ. ഞാൻ രാവിലെ കുക്കറിനകത്ത് ഇച്ചിരി ചോറ് അരി തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. പിന്നെ മീൻ വറക്കണം, മോര് കാച്ചണം, തോരനൊക്കെ ഇരിപ്പുണ്ട്. രാത്രി നമ്മൾ അതൊക്കെയാണ് അത്താഴത്തിന് കേട്ടോ. അപ്പോൾ തലവേദന എടുക്കുമായിരുന്നു. മൂത്ത് പോയി ഒരു കടുപ്പമുള്ളൊരു കാപ്പി മേടിച്ചു തന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അവന് വന്നപ്പോൾ തൊട്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ പോയി നാരങ്ങാവെള്ളം കുടിച്ചു. നല്ല എരിവുള്ള നാരങ്ങാവെള്ളം ഉണ്ട് അവിടെ. നമ്മൾ ഈ പൈനാപ്പിളും അതെല്ലാം ഉപ്പിലിട്ടത് ഒരു പ്രാവശ്യം വീഡിയോയിലൊക്കെ കാണിച്ചില്ലേ, കുറേ തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് നല്ലൊരു നാരങ്ങാവെള്ളവും കുടിച്ചു. ഞാനൊരു കാപ്പിയും കുടിച്ചു. കാപ്പി കുടിച്ചപ്പോൾ ഒരു ശകലം വെളിവുണ്ട്. ഇനി ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമെന്നാണ് വിചാരം. നല്ല ചൂടാണ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് പെറുക്കി ഒതുക്കിയൊക്കെ വയ്ക്കട്ടെ. അവിടുത്തെ ചൂടുണ്ടോ ഇവിടെ? കുളിക്കണം. ജോലിയും കഴിഞ്ഞ് വന്നിരിക്കുമോ? കുളിക്കണം. എന്റെ സോമിനി വന്നപ്പോഴേ കുളിച്ച് സുന്ദരിമണിയായി. ഇവിടെ നിൽക്കുവാ എന്നോട് വഴക്കിന്, ഇവിടെ ചൂടെടുക്കുന്നെന്നും പറഞ്ഞ്. ഞാനും കുളിച്ചില്ല, ഞാൻ കുളിക്കാൻ പോയി. എന്നും ഞാൻ രാവിലെ വൈകിട്ടും കുളിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തോ മോനെ വായില് ഇങ്ങോട്ട് വന്നേ, ഇത് കണ്ടോ? ഇതൊക്കെ ആര് തിന്നും? മുത്തേ
എന്തിയടി? അതാ ഇങ്ങോട്ട് വന്നേ. 130 രൂപ മുടക്കി മുടി വെട്ടിച്ചുകൊണ്ട് വന്നേക്കോ. കണ്ടോ, ഇത് എവിടാടാ നിന്റെ മുടി വെട്ടിയത്? കണ്ടോ, വിളച്ചില്ലല്ലോ ഇതൊക്കെ. അതിന് കൂട്ടി നിൽക്കുന്ന ഒരുത്തി. മോനുകുട്ട ഇങ്ങോട്ട് നോക്കിക്കേ. ആതിരാനിക്ക് ഒരു താങ്ക്സ് പറഞ്ഞു. ആതിരാനി അയച്ചു തന്നെ ഇതൊക്കെ. ഒരു ചക്കര മോടും എല്ലാരും അത്താഴം കഴിച്ചു. പപ്സ് എന്തുവായിരുന്നു, ബർഗർ എന്താണ്ടൊക്കെയോ ആതിരക്കുട്ടി അയച്ചു തന്നു. അതൊക്കെ കണ്ട് ഇവിടെ ഓരോരുത്തരായിട്ട് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചോള് ഡ്യൂട്ടി കഴിഞ്ഞു. ആ വലിയ ബർഗർ അല്ലേ, വലിയത്. ആ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഷോമിനി ഞാനും ചോറുണ്ണും. ചിപ്പിക്കും വേണമായിരിക്കും ചോറില്ലേ. പശുണ്ട്. ജോലി കഴിഞ്ഞു പോയതാ അല്ലേ? മക്കളിപ്പോ പോകത്തില്ല അങ്ങോട്ട്. പോയില്ലേ? അവൻ ഇപ്പഴാ നാട്ടിൽ പോയി. മേടിച്ച് കഴിക്കല്ലേ. കഴിക്കാതെ മാമി നമ്മളോട് പറയും. 23-25 വയസ്സാവുമ്പോഴത്തേക്ക് പൊന്നുവിന് ശരീരത്ത് പല അസുഖങ്ങളും വരും. കേട്ടാ പറഞ്ഞേ. നിന്റെ ശരീരം നോക്കിയ ഇവിടെ വരുമ്പോ ഷുഗർ കട്ടും ഇല്ല, ഒരു കട്ടും ഇല്ല എന്നും പറഞ്ഞോണ്ട് ഇവിടെ ആർമാദിച്ച് കഴിക്കും. അവിടെ ചെല്ലുമ്പോ പിന്നെ ഒട്ടും ഇല്ല. അവിടെ ഷുഗർ അവിടെ ഒന്നും പാചകം ഇല്ലല്ലോ. പിന്നെന്തോ മക്കളെ കൊളുത്തി ഇടുവാങ്ങ. കൊളുത്തി അതേലും ഇട്ടേക്കുന്നു. ഞാനത് കഴുകാൻ എടുത്തിടരുത്. കഴുകി അങ്ങ് ഇട്ടേച്ചാ മതി. ഈ മാറ്റടാ. പോയി കുളിക്കേ. കിട്ടി, വാങ്ങിച്ചോ. നല്ല ജോലിയാ കേട്ടോ. ഒന്നും എടുത്തല്ല, അവനവിടെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. എന്തുവാ ഞാൻ ആ ഉടുപ്പേ ഇവിടെ വന്നിട്ട് എന്നാ അഴിച്ചു വിടാം, എന്നിട്ട് സൈഡ് അടിക്കുന്നു. അവള് പപ്പടമായെന്തോ. നീ കുളിച്ചില്ലയോ? ചിപ്പിയെ ഒന്ന് വിളിച്ചേ. മോനെ ചിപ്പി രസമുണ്ടല്ലോ. കലക്കിട്ട് മോനെ ചിപ്പി. നമ്മുടെ സോമിനി മാമിയുടെ സ്പെഷ്യൽ ഇടിച്ചക്ക അച്ചാറിട്ട് ബീട്രൂട്ട് അച്ചാർ. ഇടിച്ചക്ക അച്ചാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കൂട്ടിന്ന് ചോറുന്നു. ഒഴിക്കട്ടെ. ചോറ് വേണ്ടെന്നൊക്കെ പറഞ്ഞവരൊക്കെ ആണല്ലോ. വെള്ളം മാത്രമേ കുടിക്കൂ. ചോറ് വേണ്ടാന്ന് പറഞ്ഞ ആള് വേണ്ട. മോനിക്കുട്ടന് ചോറ് വേണ്ടായിരുന്നു. അപ്പൊ കൊച്ചോള് വാരി കൊടുക്കണം. സമയം പുലർച്ചെ 5 മണിയായി. കഴിക്കാനിരുന്ന
ഞാൻ ചോറിനാ പോകും. മുട്ടേ ചോറ് വേണോ? അമ്മയുടെ സ്പെഷ്യൽ തോരൻ. മുത്തിനും എനിക്കും കൂടെ ചോറ് വിളമ്പിയത്. ഇതാണ് ഇടിച്ചക്ക അച്ചാറിട്ടത്. അതായത് ചക്ക വിളയുന്നതിന് മുമ്പുള്ളതിനെയാണ് നമ്മൾ ഇവിടെ ഇടിച്ചക്ക എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അച്ചാർ കേട്ടോ. ഇത് ബീറ്റ്റൂട്ട് അച്ചാർ. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഇച്ചിരി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇന്നലത്തെ പയറും ഏത്തക്കായും കൂടെ തോരൻ വെച്ചത്, അതും കുറച്ചെടുത്തു. രസം വേണ്ടോ കൊച്ചി? മഗ്ഗിനകത്തുണ്ട്, അല്ല ഇതുണ്ട് ജഗ്ഗിനകത്ത്. കൊച്ചു പാത്രത്തിൽ തന്നെ ചോറെടുത്തത്, അതുകൊണ്ട് മീൻ വറുത്തത് വേറൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. മാന്തൾ വറുത്തത് ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. നാളെ മോനുകുട്ടൻ്റെ പിറന്നാളാണ്. സന്തോഷമുള്ള ദിവസമായിരിക്കണേന്ന് പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം, സന്തോഷം. എന്താ വാ അവിടെ? മുത്തിനും കൊച്ചോളെ കാണുമ്പോൾ ഒന്ന് പിച്ചണം, ഒന്ന് അടിക്കണം. അപ്പോൾ നാളെ കാണാം കേട്ടോ. എല്ലാവരോടും സ്നേഹം, സന്തോഷം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.